നമുക്കിനി ഇഞ്ചിയിൽ എങ്ങനെ വളപ്രയോഗം നോക്കാം. നമ്മളിത് 2 മാസം മുന്നേ കുഴിച്ചിട്ട ഇഞ്ചിയാണ്. അപ്പോൾ അത് അത്യാവശ്യം കണ്ടതുപോലെ വലുതായിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്കിത് വളപ്രയോഗം നടത്തണം. അപ്പോൾ ഇത്രയും കൂടി നല്ല അടിയിൽ നല്ലോണം തിക്കായിട്ട് ഇഞ്ചി ഉണ്ടാവും. പിന്നെ ആദ്യം നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, വെണ്ണീരും ചാണപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇഞ്ചി കുഴിച്ചിട്ടതിന്. ഈ സ്റ്റെപ്പ് നമ്മൾ ഉണങ്ങിയ ഇല ആദ്യം ഒന്ന് നല്ലോണം ഇടും. അത് കഴിഞ്ഞിട്ട് പച്ചലി ആയാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ കുറച്ച് ഉണക്ക ചാണപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർക്കും. എല്ലുപൊടിയൊക്കെ വേണമെങ്കിൽ നമുക്കിപ്പോൾ ചേർക്കാൻ, ജൈവ വളം മാത്രം ഉപയോഗിക്കണുള്ളൂ. അത് കാരണം ചാണപ്പൊടിയും ഈ പച്ചില വളം മാത്രമാണ് ചേർക്കണുള്ളൂ. നമ്മൾ മുറ്റത്ത് കിടക്കുന്ന പുല്ലൊക്കെയാണ് ഇപ്പോൾ പറിച്ചിടുന്നത്. ഏത് തോലായാലും നമുക്ക് ഉപയോഗിക്കാം. പച്ച ഇല വെട്ടിയതായാലും മുറ്റത്ത് പറിച്ചിക്കണ പുല്ലായാലും അതുപോലെ ചവറായാലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഉണക്കയില, മാവിൻ്റെ ഉണങ്ങിയ ഇല നമ്മൾ ബക്കറ്റിൽ നിറച്ച് അതിൻ്റെ മുകളിലേക്ക് ഇടണം. ഇപ്പോൾ ആദ്യം ഇപ്പോൾ ഇട്ടുള്ളത് വെണ്ണീറാണ്. വെണ്ണീർ കുറച്ച് ചാരം കുറച്ച് ഇട്ട് കൊടുക്കുന്നതാണ്. കട ചെയ്യലിനൊക്കെ നല്ലതാണ് വെണ്ണീർ ചേർക്കണത്. അതാണ് ഒരു ആഷ് കളർ വെണ്ണീർ ചേർത്തേൻ്റെ. പിന്നെ നമ്മൾ ഉണക്കല, പച്ചലി, ഉണക്കലയൊക്കെ അതിൽ തോല് എന്ന് പറയണത് ഈ ഉണക്കലയും പച്ചലിയൊക്കെ അതൊക്കെ ഇട്ട് നമ്മളതിൻ്റെ മുകളിൽ മണ്ണും ചാണപ്പൊടിയും കൂടി വെതറും. എന്നിട്ട് നമ്മുടെ ഇഞ്ചിയുടെ കടയിലൊക്കെ ഒന്നും കൂടി ഒന്ന് മണ്ണിട്ട് ഒന്ന് അടിയിൽ നമ്മൾ ബേസായിട്ട് വെണ്ണീറിട്ടിട്ട് ആദ്യം നമ്മളൊരു ചാണപ്പൊടി ചേർത്തുണ്ട്. ഈ നേരത്തെ നമുക്ക് ഏത് വേണമെങ്കിൽ ചേർക്കാട്ടും. കഷ്ട മഞ്ഞളിന് വളം ചേർത്തതുപോലെ തന്നെയാണ് ഇഞ്ചിയുടെ വളം ചേർക്കണത്. അപ്പോൾ അത് ഉണക്കല ചേർത്തു. നമ്മൾ ഇഞ്ചി കുഴിച്ചിട്ട് ഒരു 2 മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വളർച്ച വന്നപ്പോഴാണ് നമ്മളിങ്ങനെ വളം ചേർക്കും. ഉണക്ക ചാണപ്പൊടിയാണിത്. ആ ചാണപ്പൊടിയാണ് ഞാൻ ഇപ്പോൾ വളമായിട്ട് ചേർക്കുന്നത്. അത് നല്ലോണം ഉണങ്ങി ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ച് കൊടുക്കുക ആവശ്യത്തിന് ചേർക്കാനായിട്ട്. ഇഞ്ചിക്ക് നമുക്ക് പച്ച ചാണകം ഗോമൂത്രം കൂടി കലക്കിയും ചേർക്കാം. അത് നല്ലതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഉണക്ക ചാണപ്പൊടി ആയ കാരണം അതാണ് ചേർക്കുന്നത്. ഉണക്ക ചാണപ്പൊടി നമുക്ക് മണ്ണും കൂടി ഒന്ന് മിക്സ് ചെയ്യിക്കാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇഞ്ചിയുടെ കടയ്ക്ക് ഇടാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി തട ഒന്നും കൂടി ഒന്ന് നല്ല കട്ടിയിൽ ഇഞ്ചി ഉണ്ടാവും. അപ്പോൾ നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ചട്ടിയിലാക്കിയിട്ട് നേരത്തെ മഞ്ഞളിന് ഇട്ട പോലെ തന്നെ ഒന്ന് വെതറിടാം, നല്ല വളം കിട്ടാനായിട്ട്. ഈ സമയത്ത് നമുക്ക് എല്ലുപൊടി ചേർക്കാം. ഇതിപ്പോൾ നമ്മൾ ഉണക്ക ചാണകവും മണ്ണും കൂടി മിക്സ് ചെയ്തെടുത്ത് ചട്ടിയിലാക്കി ഇങ്ങനെ വെതറിടും. അപ്പം നമ്മുടെ ഉണക്കലി തൂപ്പൊക്കെ തോലൊക്കെ അതുപോലെ മൂടിപ്പൊക്കോളും. ഇത് ജൈവവളം മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇഞ്ചിയൊക്കെ നമുക്ക് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കണ കാരണം ജൈവവളം രാസവളം ഒന്നും എടുത്തിട്ടില്ല. അപ്പം നമ്മുടെ കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കുമ്പോൾ മുളക് കിട്ടണത് ഇഞ്ചി നമുക്ക് മാറ്റി അപ്പം തന്നെ കുഴിച്ചിടാം. ഒരുമിച്ചായി കുഴിച്ചിടണമെന്നില്ല. മുള വരണ ഇഞ്ചി നമുക്ക് ആദ്യം തന്നെ കുഴിച്ചിടാം. അങ്ങനെ എല്ലാ ഭാഗത്തേക്കും മണ്ണിങ്ങനെ എതിറിടാം. മഞ്ഞളിന് ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ് ഇഞ്ചി കൃഷിക്കും ചെയ്യണത്. രണ്ടും ഒരേപോലത്തെ ഒരു പ്രൊസീജിയറാണ്. പിന്നെ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഒന്ന് നനച്ചാൽ മതി. പിന്നെ ഒരു ജനുവരി മാസം ആകുമ്പോൾ നമുക്ക് ഇഞ്ചിയൊക്കെ ഒന്ന് വാടി വരും. അപ്പോൾ നമുക്ക് ഇത് പറിക്കാൻ പറ്റും. ഇഞ്ചിയുടെ തണ്ടൊക്കെ മഞ്ഞിച്ച് വരുമ്പോൾ നമുക്ക് പറിച്ചെടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആവശ്യാനുസരണം വീട്ടിലേക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് പറിച്ചെടുക്കാം. ഇതിങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഇഞ്ചിക്ക് ഷോർട്ടേജ് വരില്ല. നമുക്ക് ആവശ്യത്തിന് പറിച്ച് ബാക്കിയുള്ളത് മണ്ണിൽ കുഴിച്ചിടാം. ഇഞ്ചിയുടെ അരിവശത്തുള്ള മണ്ണൊക്കെ ഒന്ന് മാടി കയറ്റാം. ഇങ്ങനെ മണ്ടൊക്കെ മാടി ആ പച്ചപ്പുല്ലൊക്കെ കൂടി മാടിക്ക് ചേർക്കാം. വീട്ടിൽ തന്നെ നമുക്ക് അപ്പോൾ ജൈവവളം ചേർത്തിട്ട് ഇഞ്ചി തയ്യാറാക്കാം. ഇഞ്ചിയുടെ വിത്ത് നല്ലതായാൽ മതി. പാലഞ്ചിയൊന്നും അല്ലാണ്ട് നല്ല തരം ഇഞ്ചി വെച്ചാൽ തന്നെ നമുക്ക് കറിക്ക് നല്ല രുചിയും കിട്ടും. പിന്നെ ഇഞ്ചി നല്ലതായിരിക്കും. ചെറിയ ചെറിയ പുല്ലുകളൊക്കെ ഉണ്ട്. ഞാൻ കുറച്ചായി ഇഞ്ചി നട്ടിട്ട് നോക്കിയിട്ട് ഈ ഭാഗത്തേക്ക് വളമൊന്നും ചെയ്യാത്ത കാരണം വലിയ ശുശ്രൂഷയൊന്നും വേണ്ടില്ല. ഇഞ്ചി തന്നെ ഉണ്ടായിക്കോളും. അപ്പോൾ കുറച്ചായി വന്നിട്ട് കാരണം കുറച്ച് പുല്ലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മാടിക്കായിട്ടിനോട് കൂടിയിട്ട് അത് ഇഞ്ചിയുടെ ഇഞ്ചി തടത്തേക്ക് ചേർത്താന്ന് വെച്ചിട്ട് പറിച്ചൊന്നും കളയാൻ. അപ്പോൾ കണ്ടില്ലേ നല്ല അത് ഇഞ്ചിക്ക് ഒരു വളമായിട്ട് ചേർന്നോളും. അപ്പോൾ നമ്മുടെ ഈ വീട്ടിലാവശ്യമുള്ള ഇഞ്ചിയൊക്കെ നമുക്ക് ഇതിൽ തന്നെ കിട്ടും. പിന്നെ ആ 2 പനിക്കൂർക്കിന് അത് നല്ല ഔഷധ ചെടിയായി കാരണം അതിൻ്റെ കൂടെ അങ്ങോട്ട് ഉണ്ടായോട്ടെ വെച്ചിട്ട് കളയാത്തതാണ്. അത് നല്ലതാണ് പനിക്കൂർക്കൊക്കെ. അപ്പോൾ ഇഞ്ചി തടത്തിൽ തന്നെ അത് നല്ലോണം ഉണ്ടായിക്കോളും. ഇതിങ്ങനെ മാടിയൊന്നും ഇങ്ങനെ കയറ്റണം. ഗോമൂത്രം ബെസ്റ്റാണ് ഇതിന്. ഇടയ്ക്ക് അത് കിട്ടാൻ സ്കോപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്താൻ നല്ലതാണ്. ഇതും ഇഞ്ചി നമുക്ക് ഗ്രോ ബാഗിലും ചട്ടിയിലും ഒക്കെ തയ്യാറാക്കാം. പിന്നെ സിമെൻറ്റ് ചാക്കിലും തയ്യാറാക്കാം.
മണ്ണൊക്കെ ഒന്ന് ഒരു 2 മാസം കൂടുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഇതുപോലെ തന്നെ വളം ചാണപ്പൊടി ഇതുപോലെ തോലും വെട്ടിയിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മാടി കയറ്റിയാൽ മതി. ഇഞ്ചി ആയാലും മഞ്ഞളായാലും ഒരുപോലെ നമുക്ക് വിളവ് കിട്ടും. ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഇഞ്ചി നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്യാം. അധികം മണ്ണൊന്നും ചേർക്കേണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ വെറുതെ അതിന് ചവറിൻ്റെ മുകളിലൊന്ന് മണ്ണൊന്നിങ്ങനെ തളിച്ചാൽ മതി. ഭയങ്കരമായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഇഞ്ചി വിളവെടുക്കാം.